ഹായ് ഫ്രണ്ട്സ്, ഇപ്പം ഇന്നലെയാണ് നമ്മൾ വിടുതല 2 മൂവി കാണുന്നത് പാലക്കാടുള്ളത്. അപ്പോൾ ഇന്നലെ പാലക്കാട് സത്യ മൂവീസ് എന്നാണ് നമ്മൾ പടം കാണുന്നത്. ആദ്യമായിട്ട് തിയേറ്ററിനെ കുറിച്ച് 2 വാക്ക് പറയാൻ വളരെ ആഗ്രഹം. അപ്പം അടുത്ത കാലത്ത് നമ്മൾ ഫിലിമിന് കയറിയത് വെച്ച് ഏറ്റവും മോശം തിയേറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ പാലക്കാട് സത്യ മൂവീസ്. പടത്തിന് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 100-ന് മുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് വലിയ തിയേറ്ററാണ്. തിയേറ്റർ സൈഡിലേക്കുള്ള 100 ആള്, അത്ര വലിയ തിയേറ്റർ. ഇതൊരു മറ്റേ കല്യാണം ഓഡിറ്റോറിയം തിയേറ്ററാക്കി ഒരു ഫീലാ തോന്നിയത്. പക്ഷെ ഇവിടെ കളിക്കുന്നതൊക്കെ 3D മൂവീസ്. വേറെ 3D പടം 2 പടമൊക്കെ അവിടെ കളിക്കുന്നത്. എന്ത് കണ്ടിട്ട് ആളുകൾ കയറുന്നറിയില്ല. നിങ്ങൾ കയറിയ സമയത്ത് ഒരു പടം ഇട്ടുണ്ട്, അത്യാവശ്യം ആളുകൾ ഫാമിലി ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും മോശം തിയേറ്റർ എക്സ്പീരിയൻസ് വെച്ചാൽ ഏറ്റവും മോശം തിയേറ്റർ. പ്രത്യേകിച്ച് വിടുതല എന്നൊരു പടം ടെക്നിക്കലി ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള പടമാണ്. BGM ക്യാമറ ഒക്കെ വേറെ ലെവലിൽ മേക്ക് ചെയ്യുള്ളത്. ഇതിൽ കാണുമ്പോൾ ഷോക്ക് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ബാത്റൂം വളരെ ഷോക്ക്. ചേട്ടാ, കാലം മാറി. 2024 തിയേറ്ററൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ട സമയത്ത് ക്രമിച്ചു. നിങ്ങളത് തിയേറ്റർ മാറണം പ്ലീസ്. അതുപോലെ തന്നെ ഇപ്പോൾ പടത്തിലേക്ക് വരാം. വിടുതല ഫസ്റ്റ് പാർട്ട് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആ പടം കണ്ടിട്ട് നിങ്ങൾ സെക്കൻഡ് പാർട്ട് കാണണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കണക്ഷനാണ് ശരിക്കും ഈ പടം വരുന്നത്. ഇന്നലെ എൻ്റെ ഒപ്പം ഒരു സുഹൃത്തുണ്ടായിരുന്നു, ആള് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ല. പിന്നെ ഉള്ള തിയേറ്ററിന്റെ അരോചകത്വ കാരണം ആൾക്ക് പടം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പടം തിയേറ്ററിക്കലി ഗംഭീര എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു പടമാണിത്. ഫസ്റ്റ് പാർട്ടൊക്കെ ഞാൻ കണ്ടത് ജോസ് തിയേറ്റർ തൃശ്ശൂരിൽ നിന്നാണ്. വേറെ എക്സ്പീരിയൻസ് നടന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു എക്സ്പീരിയൻസിൽ ഭയങ്കര ഒരു ഫീൽ ഗുഡ്. എന്താ പറയാ, ആ തിയേറ്ററിൽ ഇരുന്നപ്പോൾ ഉള്ള സീറ്റിംഗ് വളരെ മോശമായിരുന്നു. പടം ഒന്നുകൂടി കാണണം. പക്ഷെ പടം നമ്മൾ കണ്ട കാര്യം മനസ്സിലാക്കിയതില്ല. അതിഗംഭീരമായിട്ടാണ് വെട്രിമാർ എടുത്തു വെച്ചിട്ടുള്ളത്. രക്ഷയില്ലാത്ത പെർഫോമൻസ്. ആളറിയാം, ആള് തമിഴ് ഫിലിമിന്റെ ജമ്മാണ്. മാരി സെൽവരാജ്, വെട്രിമാരെന്നൊക്കെ പറഞ്ഞ മണിരത്നം, അങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അവരൊക്കെ ഇൻഡസ്ട്രിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരുപാട് അപ്ഡേഷൻസ് കാര്യങ്ങളുണ്ടായിരിക്കും. പിന്നെ വെട്രിമാരൻ പടത്തിൽ സംസാരിക്കുന്ന പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ അതിഗംഭീരമാണ്. പിന്നെ മേക്കിംഗ്, ഈ പടത്തിന്റെ BGM ഉണ്ട്, വേറെ ലെവലാണ്. കാട്ടിലെ കുറെ സീനുകളുണ്ട്. ആ സമയത്ത് പോകുന്ന BGM തിയേറ്ററിൽ നമുക്കത് എഫക്ട് ചെയ്തില്ലെന്ന് മാത്രം. അതുപോലെ ക്ലൈമാക്സിൽ കുറച്ച് വരുന്ന BGM ഉണ്ട്. ക്യാമറ, വിഷ്വൽസ്, കാട്ടിലുള്ള കുറെ വിഷ്വൽസുകളൊക്കെ ഉണ്ട്. പിന്നെ ഫൈറ്റ് എടുത്തുള്ള രീതി, സെൽവിയും പീറ്റർ ഹെയ്നൊക്കെയാണ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ ഇളയരാജയുടെ മ്യൂസിക് അതിഗംഭീരമാണ്. ഇതിൽ ഓരോ ഫ്രെയിമും അതിൽ കമ്മ്യൂണിക്കേഷനൊക്കെ നമ്മൾ ഇരുന്നിങ്ങനെ പോകും. ഞാൻ പറഞ്ഞു, തിയേറ്ററിലൊരു ബുദ്ധിമുട്ട് കാരണം കുറച്ചൊക്കെ ആസ്വാദന കുറവുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് പാർട്ട് നമുക്കറിയാം. ഫസ്റ്റ് പാർട്ടിലൊക്കെ കഥ അറിയാം. തമിഴ് മക്കൾ ഒരു പേരുണ്ടായിരുന്നല്ലോ, ഓർമ്മയില്ല. അപ്പോൾ ഒരു ട്രൈബൽ ഏരിയയിൽ ഖനനം ചെയ്യാൻ വരുന്ന ഒരു സർക്കാർ, ഒപ്പം പോലീസുകാർ, അവിടെയുള്ള ട്രൈബൽസ് ആളുകളായിട്ട് നടക്കുന്ന ഒരു പൊളിറ്റിക്സും, അവിടെ അവരുടെ ജാതി സംബന്ധമായ പ്രശ്നങ്ങളും, പോലീസിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, അവിടെ പൊളിറ്റിക്സ് കാണിക്കുന്ന രീതി, അവിടെ അധികാരികൾ തമ്മിലുള്ള പ്രോബ്ലംസ് ഒക്കെ നല്ല രീതിയിൽ പൊളിറ്റിക്സ് പറഞ്ഞ കഥ പറഞ്ഞ് റൂട്ടിൽ കുറെ ഭാഗങ്ങൾ റാപ്പ് സീൻസും ആക്രമിക്കുന്ന സീനുകളൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടു. അവസാനം നമുക്ക് എൻട്രി ഒരു ക്യാമിയോ റോളിലാണ് വിജയ് സേതുപതി വന്നുള്ളത്. അവിടെ നിന്നുള്ള വിജയ് സേതുപതി എങ്ങനെ പോലീസിന്റെ അടുത്ത് എത്തിപ്പെട്ട ഇൻസിഡന്റ് ആണ് കഥയായിട്ട് പോകുന്നത്. ഇടയ്ക്ക് ഒരു കാട്ടിലൂടെ ഒരു യാത്രയുണ്ട്, അവിടെ ആളെ കഥകൾ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് രസമായിട്ട് ഒരുപാട് പൊളിറ്റിക്സ് സംസാരിച്ച് മുന്നേറുന്ന ഒരു പടം, വേറെ ലെവലാണ്. വെട്രിമാരെ എല്ലാ പടങ്ങളിലും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ജാതി സമവാക്യം, രാഷ്ട്രീയ സമവാക്യം. പടത്തിന്റെ ക്ലൈമാക്സിൽ തന്നെ പറയുന്ന സംഭവമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി മക്കൾ വരും. ഞാനൊരാളല്ല, ഇവിടെ മക്കളുണ്ട്, എല്ലാം കാണുന്നുണ്ട്. പിന്നെ ഒരാള് പരിശ്രമിച്ചിട്ടായിരിക്കും ഏതൊരു പ്രസ്ഥാനത്തിൽ അയാളുടെ പരിശ്രമത്തിന്റെ ഫലമായിരിക്കും പിന്നെയുള്ള ആളുകൾ അതിന്റെ ഔട്ട്പുട്ടും അതിന്റെ ആള് ബുദ്ധിമുട്ടിയതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്, ആള് പണിയെടുത്തതിന്റെ അത് കിട്ടുന്നത്. അത് മഞ്ജു വാര്യർ പറയുന്ന ഡയലോഗ് ഉണ്ട്, നമ്മള് ഇത്ര ബുദ്ധിമുട്ടി വന്നതാണ്, ഈ സമയത്ത് ഇപ്പൊ മക്കൾക്ക് എല്ലാം കിട്ടുന്നുണ്ട്, പൊങ്കലിന് ഇത് കിട്ടുന്നുണ്ട്, ദീപാവലിക്ക് കിട്ടുന്നുണ്ട്, മക്കൾക്ക് പഠിക്കാനെല്ലാം കിട്ടുന്നുണ്ട്. അവരൊന്നും അത് കിട്ടിയിട്ടില്ല. അപ്പൊ അവരുടെ സമരത്തിന്റെ ഭാഗമാണ് എന്നുള്ള രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു മൂല്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രൗഡ് ഓഫ് യു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ആ കാലഘട്ടത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരുപാട് ആളുകൾക്ക്, ഇപ്പോഴും നേതാക്കന്മാർക്കൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്ന വലിയൊരു കണ്ടന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ജു ചേച്ചിയുടെ പെർഫോമൻസ് വേറെ ലെവലാണ്. മഞ്ജു ചേച്ചിക്ക് നന്നായിട്ട് തമിഴ് സംസാരിക്കും, കൊണ്ട് നമ്മൾ ഡബ് ചെയ്തുള്ള ആൾ തന്നെയാണ്. അപ്പൊ ഇത്ര രസമായിട്ടാണ്. ഇവർ നമ്മളെ കുറെ കോമ്പിനേഷൻ സീനുകളുണ്ട്. പിന്നെ ഒരു ഒപ്പം നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. വിജയ് സേതുപതി എന്ന ക്യാരക്ടർ എങ്ങനെ നേതാവായി എന്നുള്ളൊരു കഥയാണ് പടത്തിലൂടെ പോകുന്നത്. എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നുന്നത് പടത്തിന്റെ ലെങ്ത് ആണ് കേട്ടോ. 3 മണിക്കൂർ ലെങ്ത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ വെട്രിമാരൻ പടം ചെയ്യുന്ന സമയത്ത് 6-7 മണിക്കൂറൊക്കെ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാറുണ്ട്. നമുക്കറിയാം, അവിടെ പടം മിനിമം ഷൂട്ട് ചെയ്യുമ്പോൾ 7 മണിക്കൂർ, അത് എഡിറ്റ് ചെയ്തിട്ട് 3 മണിക്കൂറിൽ എത്തിച്ച് എഡിറ്റിംഗ് ചെയ്ത ചേട്ടനെ സംഭവിക്കും. പക്ഷെ രസമായിട്ടുണ്ട് കേട്ടോ. വേറെ ലെവൽ എക്സ്പീരിയൻസ്, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. നല്ല തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട അതിഗംഭീര മൂവിയാണ്. പിന്നെ ടെക്നിക്കലി എന്തായാലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കാരണം അത്രയും എഫേർട്ട് ഇട്ടുള്ള ഒരുപാട് ആളുകൾ ഈ പടത്തിലുണ്ട്. ഇത് കാസ്റ്റിംഗ് ഗംഭീരാട്ടോ. സൂരി
ഫസ്റ്റ് പാർട്ടിൽ സൂര്യ ആയിരുന്നെങ്കിൽ സെക്കൻഡ് പാർട്ടില് വിജയ് സേതുപതിയാണ്. സൂര്യക്ക് റോളുണ്ട്, നല്ല റോളുണ്ട്. ക്ലൈമാക്സിൽ പ്രത്യേകിച്ച് ഒരു സാധനമുണ്ട്, രക്ഷയില്ല, അതിഗംഭീരമായിട്ടുണ്ട്. സൂര്യയുടെ അഴിഞ്ഞാട്ടായിരുന്നു ഫസ്റ്റ് പാർട്ടിലെങ്കിൽ സെക്കൻഡ് പാർട്ടില് വിജയ് സേതുപതിയാണ്. ഇവർ നമ്മൾ 2-3 കോമ്പിനേഷൻ സീനുകളൊക്കെ ഉണ്ട്, രസമായിട്ടുണ്ട്. സൂര്യയുടെ പെർഫോമൻസ് അടിപൊളിയാണ്. പിന്നെ മഞ്ജു ചേച്ചി, അതുപോലെ തന്നെ ഗൗതം വാസുദേവൻ. ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ആളെ വെറുക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആള്. ഇതിലെ ആളൊരു എന്താ പറയാ, സർക്കാരിന്റെ കാര്യങ്ങൾക്ക് അനുസരിച്ച് ആ രീതിയിൽ ഒരു ഒബേ ചെയ്യുന്ന ഒരു ക്യാരക്ടറായി മാറിയിരിക്കുകയാണ്. രാജീവ് മേനോൻ, കിഷോർ കുമാർ, റോസ് ബോസ്, വിൻസൻ, അനുരാഗ് കശ്യപ് ഒരു നേതാവിന്റെ റോളിലാണ് വരുന്നത്. ഇളവരസ്, ബാലാജി, സുവർണ, തമിഴ്, ആര്യൻ, ഒരുപാട് പേര് വെട്രിമാരൻ തന്നെയാണ് ഈ പടം റേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ള ആൾ ഇളയരാജയാണ്. ക്യാമറ ഒന്ന് നോക്കിയിട്ട് പറയാം. അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവിയാണ്. നിങ്ങൾ നല്ല തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക. അത് നമുക്ക് ആസ്വാദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ രീതിയിൽ കിട്ടിയാലാണ് അതിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുള്ളൂ. സിനിമാറ്റോഗ്രാഫി വെൽരാജ് ചേട്ടാ, മുത്തേ, രക്ഷയില്ല. പിന്നെ ഇതിൻ്റെ ആർട്ട് ചെയ്തുള്ള ചേട്ടൻ, ആ ഡിപ്പാർട്ട്മെന്റ് പ്രൈം, ഇത്ര ആളുകളെ പറയാൻ തോന്നി. പിന്നെ നമുക്കറിയാം മ്യൂസിക്കൊക്കെ ആരാ ചെയ്തുള്ളതെന്ന് അറിയാം. അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ്. വീണ്ടും ഒരു വെട്രി സെൽവരാജ് മാജിക്. ഒന്നുകൂടി പടം കാണും നല്ല തിയേറ്ററിൽ, കാരണം അത് കാണാനുള്ള സാധനം ഉണ്ട്. ഓക്കെ, ബൈ.